21ാം നൂറ്റാണ്ടിലെ വേൾഡ് പൊളിറ്റിക്സ് വിചിത്രമാണെന്ന് തന്നെ പറയണം. ഒരു ഭാഗത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ഡെമോക്രസിയായ ഇന്ത്യയെ തന്ത്രപരമായ പാർട്ണർ എന്ന് വിളിക്കുന്നു. മറുഭാഗത്ത് ദീർഘകാലമായി കഷ്ടപ്പെടുന്ന പഴയ അലൈ മിത്രം പാകിസ്ഥാൻ അവരുടെ വിന്റേജ് F-16 യുദ്ധവിമാനങ്ങൾ സർവീസ് ചെയ്ത് കൊടുക്കുന്നു. അതെ, $686 മില്യൺ ഹൈടെക് അപ്ഗ്രേഡിനാണ് US അപ്രൂവൽ നൽകിയിരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഈ വിമാനങ്ങൾ പഴയതായി പോയി ഓപ്പറേഷണലായി നിലനിർത്താൻ പറ്റുന്നില്ല അത്രേ. ലോക സമാധാനത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന പാകിസ്ഥാൻ പോലൊരു രാജ്യത്തിന് കുറഞ്ഞപക്ഷം വിമാനങ്ങളുടെ നട്ടും ബോൾട്ടുമെങ്കിലും മാറ്റിക്കൊടുക്കേണ്ടത് സൂപ്പർ പവറിന്റെ കടമയാണല്ലോ. ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം ഈ വാർത്ത കേട്ട് ഒട്ടും ആകാംക്ഷ ഭരിതരായില്ല. കാരണം US-ന്റെ ഉറപ്പുകൾ എത്രത്തോളം ഉറപ്പുള്ളതാണ് എന്ന് ഇന്ത്യക്ക് നല്ല അനുഭവമുള്ളതാണ്. എങ്കിലും ഇത് റീജിയണൽ മിലിറ്ററി ബാലൻസ് മാറ്റില്ലെന്നും വെറും മെയിൻ്റനൻസ് മാത്രമാണെന്നും US വാഷിംഗ്ടണിലിരുന്ന് ഫേസ്ബുക്കിൽ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്. പറഞ്ഞു വന്നത് ഒരു $686 മില്യൺ ഡീലാണ്. അതിന്റെ വിശദാംശങ്ങളൊന്ന് പരിശോധിക്കാം. US ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്പറേഷൻ ഏജൻസി DSCA ആണ് ഇത് സംബന്ധിച്ച ശുപാർശ കോൺഗ്രസിനെ അറിയിച്ചത്. പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് വലിയ റിലീഫ് നൽകുന്ന ഈ ഡീലിൽ പ്രധാന പ്രതിരോധ ഉപകരണങ്ങൾക്ക് $37 മില്യൺ, ബാക്കി $649 മില്യൺ ലോജിസ്റ്റിക്സ് സപ്പോർട്ട്, സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് കൂടാതെ കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്താനുള്ള ലിങ്ക് 16 സിസ്റ്റങ്ങൾക്കുമാണ്. പുതിയ ഏവിയോണിക്സ്, ക്രിപ്റ്റോഗ്രാഫിക് ഉപകരണങ്ങൾ, മിഷൻ പ്ലാനിംഗ് ടൂളുകൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി ഈ മേജർ ഡിഫൻസ് എക്യുപ്മെന്റിൽ ഉൾപ്പെടുന്നത് പ്രധാനമായും 92 ലിങ്ക് 16 ഡേറ്റ ലിങ്ക് സിസ്റ്റങ്ങളും കൂടാതെ ആയുധ ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗിനായി ഉപയോഗിക്കുന്ന 6 MK-82-500 ജനറൽ പർപ്പസ് സ്ഫോടക വസ്തുക്കൾ ഇല്ലാത്ത ബോംബ് ബോഡികളുമാണ്. ഈ ഡീലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ലിങ്ക് 16 ഒരു അഡ്വാൻസ്ഡ് കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻസ് ഇന്റലിജൻസ് C3I സംവിധാനമാണ്. US, NATO സഖ്യസേനകൾ ഉപയോഗിക്കുന്ന സുരക്ഷിതവും റിയൽ ടൈം കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുമാണിത്. ഇത് ടാക്ടിക്കൽ ഡേറ്റ സഖ്യസേനകളുമായി ഷെയർ ചെയ്യാൻ സഹായിക്കുന്നു. ശത്രുക്കളുടെ വ്യോമകര ആസ്തികളിൽ നിന്നുള്ള ഇലക്ട്രോണിക് ജാമിങ്ങിനെ പ്രതിരോധിക്കാൻ ഈ സിസ്റ്റത്തിന് കഴിവുണ്ട്. സർവൈലൻസ്, ഐഡന്റിഫിക്കേഷൻ, വെപ്പൺ എൻഗേജ്മെന്റ് കോർഡിനേഷൻ തുടങ്ങിയ നിർണായക തിയേറ്റർ ഫംഗ്ഷനുകളും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ഈ സാങ്കേതിക വിദ്യ പാകിസ്ഥാൻ F-16ന്റെ പോരാട്ട ശേഷി നിസ്സാരമല്ലാത്ത രീതിയിൽ തന്നെ മെച്ചപ്പെടുത്തും എന്നതിൽ ഇന്ത്യക്ക് സംശയമില്ല. പാകിസ്ഥാൻ തങ്ങളുടെ F-16 ഫ്ലീറ്റിനായുള്ള ഈ അപ്ഗ്രേഡ് റിക്വസ്റ്റ് നൽകിയത് 2021-ലാണ്. അന്ന് US-മായുള്ള ബന്ധം വഷളായിരുന്നതിനെ തുടർന്ന് വാഷിംഗ്ടൺ ഈ ആവശ്യത്തിന്മേൽ തീരുമാനം വൈകിപ്പിക്കുകയായിരുന്നു. ഇപ്പോഴത്തെ ഈ അംഗീകാരം US-പാക് ബന്ധങ്ങളിലെ ഒരു പുതിയ ഫേസായി വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്നു. എന്തായാലും ഈ അപ്ഗ്രേഡുകളോടെ F-16 വിമാനങ്ങൾക്ക് 2040 വരെ പറക്കാൻ സാധിക്കും. തീവ്രവാദികളെ നേരിടാൻ മാത്രമാണ് ഈ വിമാനങ്ങൾ ഉപയോഗിക്കുക എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിർത്തിയിലെ സുരക്ഷാ ഭീഷണികളെ കൗണ്ടർ ടെററിസം എന്ന് വിളിച്ചാലും കുഴപ്പമില്ല എന്നൊരു ലൂപ്പ് ഹോൾ അതിലുണ്ടോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. ഇനി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സഹായം ഒരു ചെറിയ കാര്യമല്ല. 2019 ബലാക്കോട്ട് ആക്രമണത്തിന് ശേഷം നടന്ന വ്യോമ പോരാട്ടത്തിൽ പാകിസ്ഥാൻ ഈ F-16 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുവെന്ന് ഇന്ത്യ തെളിവ് സഹിതം ആരോപിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ പുതിയ അപ്ഗ്രേഡുകൾ അതിർത്തിയിലെ സൈനിക ഓപ്പറേഷനുകളിൽ ഉപയോഗിക്കില്ല എന്ന് ഇന്ത്യക്ക് ഉറപ്പില്ല. ഇന്ത്യയുടെ സംശയം ഇതാണ്: ഈ അപ്ഗ്രേഡുകൾ വെറും മെയിൻ്റനൻസ് മാത്രമല്ല, വിമാനങ്ങളുടെ കോമ്പാക്ട് ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ന്യൂ ടെക്നോളജിയാണ് നൽകുമെന്നാണ് സംശയം. ഇനി ഈ ആശങ്കയുടെ കാരണം ഇതാണ്: തങ്ങളുടെ ഏറ്റവും വലിയ റൈവലായ പാകിസ്ഥാന്റെ എയർ പവറിന് US നേരിട്ട് സഹായം നൽകുന്നത് ഇന്ത്യക്ക് തന്ത്രപരമായി തലവേദന സൃഷ്ടിക്കും. തീർച്ചയായും ഇന്ത്യയുടെ ആശങ്കകൾക്ക് മറുപടിയായി US പ്രസ്താവനയിൽ പറഞ്ഞ പ്രധാന പോയിന്റുകൾ ഇവയാണ്. ഈ പ്രപ്പോസ്ഡ് ഡീല് പാകിസ്ഥാന്റെ കഴിവുകൾ വർദ്ധിപ്പിക്കുകയോ റീജിയണൽ മിലിറ്ററി ബാലൻസ് മാറ്റുകയോ ചെയ്യില്ല. ഇന്ത്യ ഒരു മേജർ ഡിഫൻസ് പാർട്ണറായി തന്നെ തുടരും. കൂടാതെ ഇൻഡോ പസഫിക് മേഖലയിലെ തന്ത്രപരമായ പങ്കാളിത്തം ഇന്ത്യയുമായി നിലനിർത്തും. ചുരുക്കത്തിൽ US-ന്റെ അൺഒഫീഷ്യൽ ആയിട്ടുള്ള നിലപാട് ഇതാണെങ്കിലും ഇന്ത്യ ഈ ഡെവലപ്മെന്റിനെ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുകയും തങ്ങളുടെ ഡിഫൻസ് പ്ലാനിങ്ങിൽ ഇതൊരു ഫാക്ടറായി കണക്കിലെടുക്കുകയും ചെയ്യുമെന്ന് ഉറപ്പാണ്. അങ്ങനെ ടെററിസത്തിനെതിരെ പോരാടാൻ പാകിസ്ഥാന് പഴയ യുദ്ധവിമാനങ്ങൾ റിപ്പയർ ചെയ്തു കൊടുക്കുന്നു. അതേസമയം ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റായ ഇന്ത്യയുമായി വിലപേശലുകളും തുടരുന്നു. അന്താരാഷ്ട്ര നയതന്ത്രം എന്നതൊരു വിചിത്ര സംഭവമായത് ഇങ്ങനെയാണ്. ഇവിടെ പഴയ ബന്ധങ്ങൾക്ക് വേണ്ടി US ഇടയ്ക്ക് ഗ്രീസിംഗ് നടത്തും. അത് ഇന്ത്യയുടെ തലവേദന കുറയ്ക്കുന്ന വേദന സംഹാരിയല്ലെന്ന് മാത്രം. എന്തായാലും ഈ $686 മില്യൺ റിപ്പയർ കിറ്റ് പാകിസ്ഥാന്റെ F-16 യുദ്ധവിമാനങ്ങളെ സർവീസ് ലൈഫ് നീട്ടി നിലനിർത്തും. US-ന്റെ ദൃഷ്ടിയിൽ ഇതൊരു റുട്ടീൻ അഡ്മിനിസ്ട്രേഷൻ മാത്രമാണ്. പാകിസ്ഥാൻ ഭീകരതയ്ക്കെതിരെ പോരാടട്ടെ, അതിനൊരു വിമാനം വേണമല്ലോ എന്നുള്ള ആറ്റിറ്റ്യൂഡാണത്. എന്തായാലും ഈ ഒരു ട്രാൻസാക്ഷൻ വീണ്ടും ഒരു കാര്യമാണ് ഓർമ്മിപ്പിക്കുന്നത്: ഇന്റർനാഷണൽ റിലേഷൻസിൽ സ്ഥിരമായ സുഹൃത്തുക്കളോ ശത്രുക്കളോ ഇല്ല, മറിച്ച് താല്പര്യങ്ങൾ മാത്രമാണുള്ളത്. പാകിസ്ഥാനുള്ള ഈ ചെറിയ സമ്മാനം മേഖലയുടെ ലീഡർഷിപ്പ് സ്വയം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യയുടെ പ്രതിരോധ പ്ലാനർമാർക്ക് മറ്റൊരു എക്സ്ട്രാ കോംപ്ലിക്കേഷൻ ആണ് എന്ന് ചുരുക്കം. അടുത്ത തവണ കൗണ്ടർ ടെററിസം എന്ന ലേബലിൽ ഏത് രാജ്യത്തെ വിമാനങ്ങളെയാണ് അപ്ഗ്രേഡ് ചെയ്യാൻ US തീരുമാനിക്കുക എന്ന് കാത്തിരുന്ന് കാണണം.